ഉമ്മാന്റെ കൽബ് ശരിയല്ലടാ. കുഞ്ഞാണല്ലോ മോനും കുഞ്ഞാണല്ലോ, കാര്യമൊന്നും പറഞ്ഞാൽ അറിയില്ലല്ലോ. എന്റെ പപ്പ എന്റെ പുന്നാര പപ്പ, നിങ്ങൾ ഇമ്മാതിരി ഉമ്മാനെ ചെയ്യല്ലപ്പ. എന്തിനാണ് ബാപ്പ എന്തിനാണ് ഇന്നും ഉമ്മാനെ കഴിക്കണത് എന്തിനാണ്? പൊന്നു മോനെ എന്റെ പുന്നാര മോനെ, നിന്റെ ഉമ്മാന്റെ കൽബ് ശരിയല്ലടാ. കുഞ്ഞാണല്ലോ മോനും കുഞ്ഞാണല്ലോ, കാര്യമൊന്നും പറഞ്ഞാൽ അറിയില്ലല്ലോ. പൊന്നാണു ഞാൻ തീരെ ചെറുതാണു ഞാൻ, എന്നും നിങ്ങളെ പുക്കാറ് കാണുന്നു ഞാൻ, അറിയുന്നു ഞാൻ എല്ലാം കേൾക്കുന്നു ഞാൻ, എല്ലാം കണ്ടെന്റെ കണ്ണും മടുത്തു പാപ്പ. പിരിശപ്പൂവേ എന്റെ തങ്കക്കനിയെ, നീയും പാപ്പാനെ കുറ്റപ്പെടുത്തല്ലടാ. നിന്റുമ്മ കാട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് പാപ്പാന്റെ സമനില തെറ്റുന്നടാ. എന്താണെന്നോ കാര്യമേതാണെന്നോ പാപ്പ അറിയാതെ തെറ്റിദ്ധരിക്കുന്നതാ. പാപ്പാന്റെ സംശയ രോഗം കൊണ്ട് എന്റെ ഉമ്മാനെ നഷ്ടപ്പെടുത്തല്ലുപ്പാ. കനിയെ നീ പറയുന്ന വാക്കു കേട്ട് പൊന്നു പാപ്പാന്റെ കൽബ് നീറുന്നു തേനെ. കാരണമില്ലാതെ മോന്റെ ബാപ്പ നിന്റെ ഉമ്മാനെ കുറ്റം പറയൂലടാ. മുറ്റത്തിറങ്ങിയാൽ കുറ്റമാണ്, ആരോടെങ്കിലും മിണ്ടിയാൽ തിരിയുമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ബാപ്പയുണ്ട്, എന്റെ ഉമ്മാനെ പിറകെ വഴക്കും കൊണ്ട്. ഇസ്ലാമിൻ ചട്ടം മറന്നുകൊണ്ട് മോന്റെ ഉമ്മ നടക്കുന്നത് കാണുന്നില്ലേ? വാട്സപ്പും ഫേസ്ബുക്കും നെറ്റും കൊണ്ട് ഇന്ന് നിസ്കാരം നിലയും മറന്നിട്ടല്ലേ? വാട്സപ്പും നെറ്റൊന്നും അല്ല ബാപ്പ, ഉമ്മ മാപ്പിളപ്പാട്ടിന്റെ പിറകെയാണ്. ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങളും ഉമ്മ ഫോണിൽ കേൾക്കുന്ന പതിവാ ബാപ്പ. എപ്പോഴും നോക്കുമ്പോൾ ഹാളിലുണ്ട് TV എന്നും മോളെ മുന്നിൽ ഓണിലുണ്ട്. ഒത്തിരി നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഓക്ക് മേക്കപ്പും ഇത്തിരി കൂടുന്നുണ്ട്. അയ്യോ പാപ്പാക്ക് എന്തറിയാ, ഉമ്മ TV നോക്കി പാചക പഠനത്തിലാ. പുതിയ പുതിയ ഫുഡുകൾ തയ്യാറാക്കി ഉമ്മ ബാപ്പയെ സന്തോഷിപ്പിക്കുന്നില്ലേ? അയ്യോ പാപ്പാക്ക് എന്തറിയാ, ഉമ്മ TV നോക്കി പാചക പഠനത്തിലാ. പുതിയ പുതിയ ഫുഡുകൾ തയ്യാറാക്കി ഉമ്മ ബാപ്പയെ സന്തോഷിപ്പിക്കുന്നില്ലേ? ശരിയാണ് മോനും പറഞ്ഞതിപ്പം, കുറെ രുചിയുള്ള ആഹാരം കിട്ടുന്നുണ്ട്. ഉമ്മാനെ തെറ്റിദ്ധരിച്ചതില് മോന്റെ ഉമ്മാക്കൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ശരിയാണ് മോനും പറഞ്ഞതിപ്പം, കുറെ രുചിയുള്ള ആഹാരം കിട്ടുന്നുണ്ട്. ഉമ്മാന് തെറ്റിദ്ധരിച്ചതില് മോന്റെ ഉമ്മാക്കൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്.